മസാല നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയാണ്. എന്താ വെച്ചാൽ നമുക്ക് ഓവർ ടൈമില്ല. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ, പിന്നെ തൈര് കാര്യങ്ങളെല്ലാം. പിന്നെ ഗ്രില്ല് ചെയ്യുന്ന ടൈം മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചിക്കൻ നന്നായിട്ട് കഴുകിയ ശേഷം ഇതുപോലെ കത്തി കൊണ്ട് വരയിടണം. എങ്കിൽ മാത്രമേ മസാല ഉള്ളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്തില്ലെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള ഒരു മസാല ഫ്ലേവർ നമുക്ക് ഉള്ളിൽ ഭാഗത്ത് കിട്ടൂല. ചിക്കൻ ബന്ധേന ആ ഉള്ളിൽ കിട്ടൂല. പിന്നെ ഇപ്പം തന്നെ എല്ലാ സാധനവും റെഡിമെയ്ഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ അൽഫാമിൻ്റെ മസാല റെഡിമെയ്ഡ് എടുത്ത് തന്നിട്ടാ. ഇത് ഒരു പാക്കറ്റ് ഒരു 6 പീസിനുള്ള മസാലയാണ് ഇതിലുണ്ടാക്കുക. പിന്നെ എക്സ്ട്രാ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 14 പീസാണ് ആക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ട് 3 പാക്കറ്റ് നമ്മൾ എടുത്ത കേട്ടോ. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനം എടുത്തിട്ടുണ്ട്. തൈര്, അതുപോലെ തന്നെ ചെറുനാരങ്ങ, പിന്നെ കുറച്ച് ഓയിൽ, പിന്നെ വിനാഗിരി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ മസ്റ്റായിട്ട് നമുക്കൊരു സാധനം പാക്കറ്റ് ഇട്ടൊരു സംഭവമുണ്ട് റെഡിമെയ്ഡായിട്ട്. നമുക്കിപ്പം ഉലിയാനൊരു വനയിലെ സംഭവമാണ് വെളുത്തുള്ളി. ആ ഒരു വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചേർന്നൊരു പേസ്റ്റ്, അതും ഇപ്പോൾ റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട് കേട്ടോ മാർക്കറ്റിൽ. അങ്ങനെ നമ്മളെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ കിട്ടാം, റെഡിമെയ്ഡായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. കുക്കിങ്ങുള്ള മസാല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഞാൻ നന്നായിട്ട് മസാല ഉണ്ടാക്കും കേട്ടോ. പക്ഷെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതുകൊണ്ടാണ് കേട്ടോ എല്ലാം റെഡിമെയ്ഡ് എടുത്തത്. മുട്ട മെച്ചപ്പാടുണ്ടാക്കിയാൽ നാരങ്ങ എത്ര വേണ്ട? നാരങ്ങ ഒന്ന് 2.5 മതിയില്ലേ? പെപ്പറ ചില്ല എന്നുണ്ട്. ഇത് പയ്യെ നാരങ്ങ ചെറിയ ഉപ്പിടാ പറഞ്ഞല്ല. ഉപ്പ് ജാസ്തിയാ സ്പൂൺ വേണോ? ഓയിൽ വെച്ചോ. വിനെഗറാ നക്കിയോക്ക് ഉപ്പുണ്ടോന്നല്ലോ അതിനൊക്കെ ഇട്ടിട്ട് നക്ക്. ചിക്കൻ ഇങ്ങനെ ദുബൈന്നെല്ലാം ആക്കില്ലടാ. ദുബൈ ക്ലീൻ ആക്കി. ജസ്റ്റ് ക്ലീനിങ് മെയിൻ. ഫുഡ് ഉണ്ടാക്കുന്നില്ല, ക്ലീനിങ് ആണ് മെയിൻ. എല്ലാവരും ഫുള്ള് വൃത്തിയാക്കി. അവിടെ നമ്മൾ അൽഫാം ആക്കുന്ന നൈറ്റ് എല്ലാ സെറ്റപ്പും ഉണ്ട്. അൽഫാം പിന്നെ മൊത്തം ഒരു വലിയ ഇൻവേർട്ടറിലാണ് മൊത്തം വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ കിട്ടില്ല സെറ്റപ്പാണ്. പിന്നെ പൂൾ അവിടെ ഇരുന്നത്
പിന്നെ അവിടെ 2 റൂം, നല്ല VIP റൂം അവിടെ 2 വരുന്നുണ്ട്. പിന്നെ ബാക്കി ഇങ്ങോട്ടെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അടിപൊളി സെറ്റപ്പാണ്, നല്ല പാങ്ങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അടിപൊളി റിസോർട്ട്, ഒന്നും പറയാം, ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. അൽഫാമിൻ്റെ സംഭവം, ഗ്രില്ല് ചെയ്യേണ്ടത്, ക്യാമ്പ് ഫയറിൻ്റെത്, മൊത്തം സെറ്റപ്പും ഉണ്ട് ഇവിടെ. വൈബ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി കിട്ടില്ല സെറ്റപ്പ് റിസോർട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ, കിട്ടില്ല വൈബ് എന്നെല്ലാം പറഞ്ഞാൽ വൈബിൻ്റെ അങ്ങേയറ്റം. കുറേയധികം റൂംസ് ഉണ്ട് കേട്ടോ. മെയിനായിട്ട് കപ്പിൾ റൂംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതാണ് ഇതിൽ കിച്ചൺ വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ അൽഫാമിൻ്റെ മസാലയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഇവിടുത്തെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാ ഈ ഒരു പൂളാണ് മക്കളെ. എന്ത് പാങ്ങ് എന്നെല്ലാം പറഞ്ഞിട്ടാ. ആ വ്യൂ നോക്ക്, നൈറ്റെല്ലാം കിട്ടില്ല എന്ന് പറഞ്ഞത്. ഈ ഒരു വ്യൂ മക്കളെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അത്യാവശ്യം നല്ല ഫണ്ട് കിട്ടില്ല കേട്ടോ. ഈ ഒരു റിസോർട്ട് ഇവർ സെറ്റ് ചെയ്യാൻ നല്ല ഫണ്ട് കിട്ടിന്, കാണുമ്പോൾ തിരിയുന്നുണ്ട്. ഇതൊന്നല്ല ഇവിടുത്തെ, ഇവിടെ ഇനിയും ഉണ്ട് കാണാനാണ്, കുറേ ഉണ്ട്, അത്രയ്ക്കുണ്ട്. നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 4-5 ദിവസം ഇവിടെ റൂം എടുക്കാം, എന്നാലും ഇത് മൊത്തം കാണാൻ പറ്റും. ഇത് എൻട്രൻസ് ആട്ടോ, ഇപ്പുറം എൻട്രൻസ് എത്തി. പിന്നെ ഇതാ ഈ ഒരു വ്യൂ മക്കളെ വേറെ ലെവൽ തന്നെയാണ്. അമ്മാതിരി സെറ്റപ്പിൽ ചെയ്ത് ഇവിടെ ഒരു കോട്ടേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാ ഈ ഒരു വ്യൂവിലേക്ക് വന്നാൽ സെറ്റപ്പാണ് ഈ ഒരു വ്യൂ. ഇവിടെ കുറച്ച് അത്യാവശ്യം ലാൻഡ്സ്കേപ്പിങ് കാര്യങ്ങൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ ചിൽഡ്രൻസിന് കളിക്കേണ്ട സംഭവം. പിന്നെ ഇതാ ഈ ഒരു കോട്ടേജ്, ഇതും കിട്ടില്ല വൈവാണ്. ഇതും കപ്പിൾ കോട്ടേജാണ് കേട്ടോ. പിന്നെ ഇതും ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട്, ഇവിടെയും ഉണ്ട് കേട്ടോ. ഇതും കപ്പിളാണ്. ഏകദേശം എല്ലാം ഇവിടെ അധികം കൊടുത്തത് കപ്പിളാണ് കേട്ടോ. കപ്പിൾ കോട്ടേജാണ് കൂടുതൽ, അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നൈറ്റ് വന്നിരിക്കാനുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മുന്നേ പറഞ്ഞില്ലേ, നല്ല ഫണ്ട് മുടക്കിയിട്ടുണ്ട്. ഇട്ട ഫണ്ടിന് സംഭവമുണ്ട്, വെറുതെ ഇങ്ങനെ തട്ടിക്കുട്ടി ചെയ്തല്ല. ആര് വന്നാലും ഒരു ദിവസം റൂം എടുക്കാൻ ആശിക്കും, അങ്ങനത്തെ സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സംഭവമില്ലേ, ഇതിൽ സ്വിമ്മിംഗ് പൂൾ ഇൻക്ലൂഡ് ആവും കേട്ടോ. സ്വിമ്മിംഗ് പൂൾ അടക്കം ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു സെറ്റപ്പാണ് ഉള്ളത്. റൂമിൻ്റെ അകത്ത് തന്നെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാ ഇതൊരു കപ്പിൾ റൂമാണ്. ഇതാ ഞാൻ പറഞ്ഞു, ഈ ഒരു ബാൽക്കണി, ഈ ഒരു വ്യൂവിൽ നിന്നുകൊണ്ട് ഇതാ സ്വിമ്മിംഗ് പൂൾ. അമ്മാതിരി സെറ്റപ്പിടാ. ശരിക്കും ഞങ്ങൾക്ക് നല്ല ലൈക്കായി. ഞങ്ങൾക്ക് മാത്രമല്ല, കൂടെ വന്നവരെല്ലാം കല്യാണം കഴിച്ചാലോ എന്നാണ് ചിന്തിക്കുന്നത്. അത്ര അടിപൊളി സെറ്റപ്പാണ്. പൂളെല്ലാം നോക്കറോ, നല്ല അത്യാവശ്യം നല്ല ഫോഗുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ്. ഇതാ കിങ് സൈസ് ബെഡ്, വാർഡ്രോബ്, TV യൂണിറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ലേ, ചിൽഡ്രൻസിന് കളിക്കേണ്ട ഫുട്ബോൾ, ഷട്ടിൽ കാര്യങ്ങൾ, പിന്നെ ക്യാരംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മൊത്തം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി ഇവർ ഇത് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ട് പോയാണ് കേട്ടോ. വർക്ക് ഒരു ഫിനിഷായ രീതിയിലാക്കിയിട്ടില്ല. ഇനി ഇവർ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നു അത്രയും മാറ്റങ്ങൾ വരുത്താൻ നോക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു കോട്ടേജ്, ഇതും അടിപൊളി വൈവാണ് കേട്ടോ. ഈ കോട്ടേജ് നമ്മളോട് വേണം ചോദിച്ചു, പക്ഷെ നമുക്ക് ആ കോട്ടേജ് പൂൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ അവിടെ എടുത്തതാണ്. ഇത് അടിപൊളി വ്യൂ ആണ്. ഇതൊരു കപ്പിൾ റൂമാണ്. സെറ്റപ്പ് ഉണ്ടോ, രക്ഷയില്ലാത്ത സെറ്റപ്പാണ്. കിങ് സൈസ് ബെഡ്, ബാത്റൂം അറ്റാച്ച്ഡ്, വാർഡ്രോബ്. പിന്നെ ഇതാ ഈ ഒരു ബാൽക്കണി വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ മക്കളെ. എടാ അമ്മാതിരി വ്യൂ ആണ്, എന്ത് പറയാ, അടിപൊളി വ്യൂ ആണ്. Asal.
നടനെത്തി. എടാ വാച്ചൂരടാ, വാച്ചൂരടാ, എടാ വാച്ചുറ. ബ്രാൻഡാ ദുബൈ പവർ വാട്ടർ ഓഫ് വാച്ച്. പൂളൊക്കെ കളിച്ച് അത്യാവശ്യം നല്ല ടയേർഡായി. പിന്നെ നമ്മൾ നല്ല സ്ട്രോങ് ചായയും പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സ് നുറുക്കുണ്ടായി. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ ചിപ്സ് നുറുക്കെല്ലാം. ചായ എങ്ങനെ ഉണ്ടോ? നല്ല ഉണ്ടല്ലേ. ഇതും വരുമ്പം സൂപ്പർ. ഇത് കിട്ടില്ല സാധനമല്ലേ, ഷോപ്പിൽ വാങ്ങിയല്ലേ. ചായ എല്ലാം ഉണ്ടല്ലോ. അപ്പം നമ്മളെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. കാരണം അത്യാവശ്യം നല്ല ലെങ്തായ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട.